മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് അവർക്ക് സമയം തികയുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മിക്കപ്പോഴും അവരുടെ പ്രശ്നം അതായിരിക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതായിരിക്കും അവർക്ക് വരുന്നൊരു പ്രശ്നം. ഈ ഒരു പ്രശ്നം ഞാനും എൻ്റെ ലൈഫിൽ കുറേ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ജോലികളുണ്ട്. ബട്ട് എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം ഫ്രെയിമിനകത്ത് ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ എന്തായിരിക്കും ഇതിന്റെ കാര്യമെന്ന് നോക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് സമയമില്ലാത്തതല്ല എൻ്റെ പ്രശ്നം. അതായത് എല്ലാവർക്കും ഉള്ളതുപോലെ 24 മണിക്കൂർ എനിക്കും കിട്ടുന്നുണ്ട്. ബട്ട് ഞാൻ ആ 24 മണിക്കൂറിലത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതും അതിനേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷനിലുമാണ് എനിക്ക് പ്രശ്നം പറ്റിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്യുന്ന ഒരു 6 ടൈം മാനേജ്മെന്റ് ടൂൾസിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടാസ്കുകളിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ മടിക്കുന്നതുമായിട്ടുള്ള ടാസ്കുകൾ ഫസ്റ്റ് തന്നെ ചെയ്തു തീർക്കുക. അതായത് ഒരു മോർണിംഗ് സെഷനിൽ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതായത് ജസ്റ്റ് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇമെയിൽസ് റിപ്ലൈ ചെയ്യുന്നതോ അങ്ങനെയുള്ള ടാസ്കുകളൊന്നും ആയിരിക്കരുത് ആ ഒരു സമയത്ത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മടിപ്പിക്കുന്നതുമായിട്ടുള്ള ടാസ്കുകളാണ് നമ്മൾ ആദ്യം ചെയ്തു തീർക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വരുന്നത് നമുക്ക് ബാക്കിയുള്ള ടാസ്കുകൾ, അതായത് ഈ ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ടും കൂടെ ചെയ്ത് തീർക്കാൻ പറ്റും. അത് രണ്ടാമത്തത് നമ്മൾ പ്ലാനിങ് സെക്ഷനിൽ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അതിന്റെ പേര് എയ്സൻഹോവർ മെട്രിക്സ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ടാസ്കുകളെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അതായത് ഒന്ന് അർജന്റ് ആണ് എന്നാൽ അർജന്റും ഇമ്പോർട്ടന്റും, രണ്ടാമത് അർജന്റ് അൺഇമ്പോർട്ടന്റ്, മൂന്നാമത്തത് അർജന്റ് അല്ലാത്തത് എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നാലാമത്തത് അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ലാത്ത ടാസ്കുകൾ. അങ്ങനെ നമുക്കുള്ള ടാസ്കുകളെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ വരേണ്ടത്. അപ്പം അങ്ങനെയുള്ള ടാസ്കുകളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് തീർക്കേണ്ടത്. ബാക്കി അതിനനുസരിച്ചിട്ട്, അതായത് ഒട്ടും അർജന്റും അല്ലാത്തത് ഇമ്പോർട്ടന്റും അല്ലാത്ത ടാസ്കുകൾ മാക്സിമം നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറ്റാനാണ് നോക്കേണ്ടത്. മീൻസ് അത് ചെയ്യാതെ നമുക്ക് ബാക്കി എല്ലാം നമുക്ക് ഉള്ള പ്രയോറിറ്റീസ് അർജന്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ടാസ്കുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് കൂടെ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി നമുക്ക് ആവശ്യമുള്ളതാണോ, മീൻസ് അതാണോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിനകത്ത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. മൂന്നാമത്തതെന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എയ്സൻഹോവർ മെട്രിക്സിൽ നമ്മുടെ ടാസ്കുകളെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഒരു ദിവസം ചെയ്യേണ്ട ടാസ്കുകളെ നമ്മൾ ഇന്ന ഒരു ടൈം ഫ്രെയിമിനകത്ത് ഇടുക. അതായത് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഒരു ടാസ്ക്. അങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ടാസ്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റിയും കിട്ടും. ഇതിനിടയ്ക്ക് നമ്മുടെ ടൈം നമുക്ക് ആവശ്യമില്ലാതെ വേസ്റ്റ് ആയി പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ടൈം ബ്ലോക്കിംഗ് ഇടുന്നത് കൂടെ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതായത് ഫോൺ സ്ക്രോൾ ചെയ്യുന്നതോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. കൂടിപ്പോയാൽ നമുക്കൊരു കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നോക്കാം. പക്ഷെ ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള സ്ക്രോളിങ്ങും പരിപാടികളുമായിട്ടൊന്നും പോവാതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതിന് ഒരു ടൈം ബ്ലോക്ക് ഇടുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു ബഫർ ടൈമും കൂടി ഇടണം. അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നമ്മളൊരു ടാസ്ക് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തീരണമെന്നില്ല. അപ്പോൾ അതിനകത്തൊരു ബഫർ ടൈമും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ ടൈം ബ്ലോക്ക് ഇടുമ്പോഴേക്കും സമയം ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് ഒരു ഡേയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് തന്നെ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ടൈം ബ്ലോക്കിങ്ങിലൂടെ. അടുത്തത് എക്സിക്യൂഷൻ മോഡിൽ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അതിനെ പൊമഡോറോ മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടൈം ബ്ലോക്കിനകത്ത് നമുക്ക് ഓരോ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓരോ ടൈം ബ്ലോക്കിലും. അപ്പം നമ്മൾ ആ ഒരു ടൈം ബ്ലോക്കിൽ ചെയ്യുന്ന വർക്കിനെ നമ്മൾ ഓരോ 25 മിനിറ്റ്സിന്റെ ഒരു സ്പ്രിന്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, എന്നിട്ടൊരു 5 to 10 മിനിറ്റ്സ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ചെയ്യാതെ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു സെഷൻസ് ആയിട്ട് നമ്മുടെ വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതായത് ഓരോ ടൈം ബ്ലോക്കിനകത്ത് ഇട്ടിരിക്കുന്ന വർക്കിനെ തന്നെ ഓരോ 25 മിനിറ്റ്സ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടൈം ബ്ലോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്ത് പോവുക. ബ്രേക്ക് എടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ എടുക്കുന്ന ഒരു 5-10 മിനിറ്റിൽ ഫോൺ സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് വീണ്ടും നമ്മളെ ടയേർഡ് ആക്കുന്ന പരിപാടികളല്ല ആ ഒരു ബ്രേക്കിന്റെ സമയത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് ഒരു ബേൺ ഔട്ട് ഇല്ലാതെ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത്
പിക്കിൾ ജാർ തിയറി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പറയുന്നത് നമുക്ക് ചെയ്യേണ്ട ടാസ്കുകളിൽ ഏറ്റവും വലിയ ടാസ്കുകൾ നമ്മൾ ആദ്യം ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ അതിന് ശേഷം ചെയ്തു പോവുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് ഈറ്റ് ദ ഫ്രോഗുമായിട്ട് ഇത് രണ്ടും സെയിം അല്ലേ എന്ന് തോന്നും. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്നത് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതും, ഈ പിക്കിൾ ജാർ തിയറി എന്ന് പറയുന്നത് ടൈം ഓറിയന്റഡ് ആയിട്ടുള്ള ഇതാണ്. അതായത് നമുക്ക് ഒരു ലോങ് ടേമിൽ ചെയ്ത് തീർക്കേണ്ട വർക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, വലിയ വലിയ വർക്കുകൾ ഉണ്ടാവും, പിന്നെ അതിന് കൂടെ ഉള്ള ചെറിയ ചെറിയ വർക്കുകൾ. അപ്പം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിക്കിൾ ജാർ തിയറി യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻസ്, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പെബിൾസ് കല്ലുകൾ ഇട്ട് നിറച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വലിയ കല്ലിടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് അത് ഫില്ലായി നിൽക്കത്തില്ല. മീൻസ് വലിയ കല്ലുകൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം തികയത്തില്ല. അതിന് പകരം നമ്മൾ ആദ്യം വലിയ വലിയ കല്ലുകൾ നിരത്തിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കല്ലിടുമ്പോഴേക്കും നമുക്ക് ഇത് ഫുള്ള്, അതായത് ആ ജാറിനകത്ത് നമുക്ക് ഈ വലിയ കല്ലുകളും കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഫില്ല് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. അപ്പം ഇതിനെയാണ് നമ്മൾ പിക്കിൾ ജാർ തിയറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസിൽ നമുക്ക് ഏറ്റവും പാടായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു തീർക്കുക, ആദ്യം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിനെ ഫോളോ ചെയ്തിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഈ പിക്കിൾ ജാർ തിയറിയും അതുപോലെ തന്നെ നമ്മുടെ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന മെത്തേഡും തമ്മിൽ ഉള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്നത് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഒരു ഡേയിൽ ചെയ്യുന്ന ടാസ്കിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന മെത്തേഡ്. അതുപോലെ പിക്കിൾ ജാർ തിയറി എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ഗോൾസിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് പിക്കിൾ ജാർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ആറാമത്തതും ലാസ്റ്റത്തതും ആയിട്ടുള്ളത് റാപ്പിഡ് പ്ലാനിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ വീക്കിലി ചെയ്യേണ്ടതാണ്. ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി 3 ചോദ്യങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ്. അതായത് എന്താണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇനി ആ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റാപ്പിഡ് പ്ലാനിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇതിലുള്ള എല്ലാ മെത്തേഡ്സും യൂസ് ചെയ്യുന്നതിലല്ല കാര്യം, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്ലാനിങ് മെത്തേഡ് ചൂസ് ചെയ്യുക, ഒരു എക്സിക്യൂഷൻ മെത്തേഡ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റിവ്യൂ മെത്തേഡ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ എല്ലാം കൂടി ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിലും ബെറ്റർ ഒരു മിനിമം ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ബെറ്റർ ആക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നോക്കുക. കാരണം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടും കേട്ടും പഠിക്കാൻ പറ്റുന്നതല്ല, നമ്മളത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.